a candidate have to play a smarter game than a harder game. Is having a candidate is actually fighting a battle where statistically 99% of the people are going to fail. മെയിൻസ് എസ്സീസിൻ്റെ പാർട്ടായിട്ട് കണ്ടന്റ് എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ട് അതിലാണ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒരു കാൻഡിഡേറ്റിന് മെയിൻസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പല ആസ്പിറൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഭയങ്കര നോളജ് ആയിരിക്കും, ബട്ട് ദേ വർ നോട്ട് ഏബിൾ ടു ക്ലിയർ ദി എക്സാമിനേഷൻ. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സിവിൽ സർവീസ് പരീക്ഷയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു പോയിൻ്റാണ് മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥിയെ മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നതിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വളരെ വ്യക്തമായിട്ടൊരു പങ്കുണ്ട്. ഐലൻഡിലെ മെയിൻസ് സീരീസിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത് എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഉള്ളത്. ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് നിഖിൽ സാറാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ മെയിൻസ് പരീക്ഷയ്ക്ക് സക്സസ്ഫുള്ളി ക്ലിയർ ചെയ്തത് നിഖിൽ സാറിൻ്റെ മെൻറ്റർഷിപ്പിലാണ്. നിഖിലിൻ്റെ അടുത്ത് നമുക്ക് മെയിൻസ് സീരീസിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം. നിഖിൽ, എന്തൊക്കെയാണ് നമ്മൾ ഇത്തവണത്തെ മെയിൻസ് പരീക്ഷയിൽ അല്ലെങ്കിൽ നമ്മുടെ മെയിൻസ് സീരീസിൽ ഉൾപ്പെടുത്തുന്നത്? ഒരു കാൻഡിഡേറ്റിന് മെയിൻസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്ന് കണ്ടൻ്റാണ്. രണ്ടാമത്തെ കാര്യം ഈ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഈ നോളജിനെ ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ആൻസർ ഷീറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ രണ്ട് ഫാക്ടേഴ്സിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഐലേണിൻ്റെ മെയിൻസ് ടെസ്റ്റ് സീരീസ് 2024 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാനും ബാലലത മാമും കൂടിയാണ്. ഐലേണിൻ്റെ മെയിൻസ് ടെസ്റ്റ് സീരീസ് 2024 ഡിസൈൻ ചെയ്തത്. ബാലലത മാഡത്തിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. മാഡം ഡിഫൻസ് അക്കൗണ്ട് സർവീസിലായിരുന്നു, പിന്നീട് വീണ്ടും പരീക്ഷ എഴുതി IAS നേടി. മാം പക്ഷേ അത് റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ കുട്ടികളെ പരീക്ഷയ്ക്ക് വേണ്ടി UPSC എക്സാമിനേഷന് വേണ്ടി മെൻറ്റർ ചെയ്യുകയാണ്. ദീർഘനാളായിട്ട് ഐലേണുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ് മാം. മാമിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് ഈ പരീക്ഷയ്ക്ക് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് തന്നെ ആയിരിക്കും. പിന്നെന്താണ് നീ ഒരു മെയിൻസ് എക്സാമിനേഷൻ സംബന്ധിച്ചിടത്തോളം ഒരു കാൻഡിഡേറ്റ് ഹാവ് ടു പ്ലേ എ സ്മാർട്ടർ ഗെയിം ദാൻ എ ഹാർഡർ ഗെയിം, വിച്ച് ഈസ് കോൾഡ് 80-20 പരീട്ടോ റൂൾ. അപ്പോൾ ഈ 80-20 പരീട്ടോ റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡു 20% ഓഫ് ദ തിങ്സ് ദാറ്റ് വിൽ ഹാവ് 80% ഓഫ് ഇമ്പാക്റ്റ്. ഈ ഒരു എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, എ കാൻഡിഡേറ്റ് ഈസ് ഹാവിങ് അല്ലെങ്കിൽ എ കാൻഡിഡേറ്റ് ഈസ് ആക്ച്വലി ഫൈറ്റിംഗ് എ ബാറ്റിൽ വേർ സ്റ്റാറ്റിസ്റ്റിക്കലി 99% ഓഫ് ദ പീപ്പിൾ ആർ ഗോയിങ് ടു ഫെയിൽ. അപ്പോൾ എന്താ വെച്ചാൽ യു ഹാവ് ടു ആക്ച്വലി ഫൈറ്റ് ഫോർ 1 മാർക്ക് എവറി ടൈം. അപ്പം മെയിൻസ് ടെസ്റ്റ് സീരീസിൽ what we are actually teaching the candidates is we are actually teaching that 20% that will actually help the candidate to win 80% of the battle. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു രണ്ട് ഫാക്ടർ എന്ന് പറയുന്നത്, ഒന്ന് കണ്ടൻറ്റും രണ്ട് ആൻസർ റൈറ്റിംഗ് സ്കില്ലും, ഈ രണ്ട് ഫാക്ടറിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം കണ്ടൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് തന്നെയാണ്. അപ്പം മെയിൻസ് സീരീസിൻ്റെ പാർട്ടായിട്ട് കണ്ടൻറ്റ് എൻറിച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് അതിലാണ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു നല്ല ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഗുഡ് കണ്ടൻറ്റ്. എ കാൻഡിഡേറ്റ് വോണ്ട് ബി ഏബിൾ ടു റൈറ്റ് എ ഗുഡ് ആൻസർ വിത്തൗട്ട് എ ഗുഡ് കണ്ടൻറ്റ്. ഇപ്പം നമ്മൾ തന്നെ പല ആസ്പിറൻസും പല കാൻഡിഡേറ്റ്സും പറയുന്നത് കേട്ടിട്ടില്ലേ, ഞാൻ എല്ലാ ദിവസവും മെയിൻസ് ആൻസേഴ്സ് എഴുതുന്നുണ്ട്, പക്ഷേ ഐ ഡോണ്ട് സീ എനി ഇംപ്രൂവ്മെൻറ്റ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് കണ്ടൻറ്റ് ഇല്ലാത്തതാണ്. സോ ഫോർ ദാറ്റ് വാട്ട് വി ആർ ആക്ച്വലി പ്ലാനിങ് ഇസ് 12 days കണ്ടൻറ്റ് ബൂട്ട് ക്യാമ്പാണ്. അപ്പോൾ കണ്ടൻറ്റ് ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സബ്ജക്ട് എക്സ്പേർട്ട് വിൽ ആക്ച്വലി ഗിവ് യു അഡ്വാൻസ്ഡ് കണ്ടൻറ്റ്, നോട്ട് ദ ബേസിക് കണ്ടൻറ്റ് നമ്മൾ പ്രിലിംസിന് വേണ്ടി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അഡ്വാൻസ്ഡ് കണ്ടൻറ്റ് ആണ് ഒരു ഡെയിലി 6 to 8 hours ഓഫ് ക്ലാസ്സിലൂടെ ആസ് എ പാർട്ട് ഓഫ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ദ സബ്ജക്ട് എക്സ്പേർട്ട് വിൽ ഗിവ് യു അഡ്വാൻസ് കണ്ടൻറ്റ്. അങ്ങനെയാണ് നമ്മളൊരു 12 days കണ്ടൻറ്റ് ബൂട്ട് ക്യാമ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ മെയിൻസ് ടെസ്റ്റ് സീരീസ് തുടങ്ങുന്നത്. കണ്ടൻറ്റ് എൻറിച്ച്മെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു എക്സ്ട്രാ ഫൈറ്റ് നമ്മൾ നടത്തുന്നുണ്ട്. ഒരു മാർക്കിന് വേണ്ടിയിട്ടുള്ളൊരു ഫൈറ്റും ഭയങ്കര ക്രൂഷ്യലാണ്. ഇനി മെയിൻസ് സീരീസിൻ്റെ പാർട്ടായിട്ട് അടുത്തത് നമ്മുടെ ഒരു ആൻസർ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്നത്? ഇപ്പോൾ നേരത്തെ ഷിനാസ് പറഞ്ഞ പോലെ ഈ ആൻസർ റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആസ്പിരൻറ്റിന് നോളജ് ഉണ്ടാവുമല്ലോ. ഈ നോളജ് ഒക്കെ അല്ലെങ്കിൽ കണ്ടൻറ്റ് ക്വസ്റ്റ്യൻ്റെ ഡിമാൻഡ് മനസ്സിലാക്കിയിട്ട് ദേ ഹാവ് ടു ആക്ച്വലി കൺവേർട്ട് ഇൻ ടു ആൻസർ ഷീറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്ച്വലി ഇപ്പോൾ നമ്മൾ പലവർക്ക് ആ ഒരു റൈറ്റിംഗ് സ്കില്ല് അല്ലെങ്കിൽ ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ ക്വസ്റ്റ്യൻസ് എഴുതി തീർക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഒരു ആൻസർ റൈറ്റിംഗ് സ്കില്ലിന് വേണ്ടത് ശരിക്കും ആ റൈറ്റിംഗ് സ്പീഡല്ല ആക്ച്വലി ശരിക്കും വേണ്ടത്. രണ്ട് മേജർ സ്കിൽസാണ് അവിടെ ഒരു ആസ്പിരൻ്റ് ഒരു കാൻഡിഡേറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒന്ന് എന്ന് പറയുന്നത് ദേ ഹാവ് ടു ആക്ച്വലി ഡെവലപ്പ് ആ ഒരു ഡെറിവേഷൻ സ്കില്ല് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്
അവരുടെ ഒരു എന്താ പറയുക സ്ട്രക്ചറൽ തിങ്കിങ് എന്ന് നമ്മൾ പറയും. ഡെറിവേഷൻ സ്കിൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില ടോപ്പിക്സിൽ നമുക്ക് ലിമിറ്റഡ് നോളജ് ആയിരിക്കും. അപ്പോൾ ആ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആൻസർ എഴുതാൻ പറ്റണം. സോ യു ഹാവ് ടു ഡിറൈവ് ഔട്ട് ദ ആൻസർ ഫ്രം ദി ലിമിറ്റഡ് നോളജ് യു ഹാവ് ലോജിക്കലി യൂസിങ് ദി ഡേറ്റ, ഫാക്ട്, ഫിഗേഴ്സ് എക്സെട്ര. അപ്പോൾ ആ ഒരു സ്കില്ലാണ് നമ്മൾ മെയിൻസ് സീരീസിൻ്റെ ഭാഗമായിട്ട് ചില സെഷൻസ് നമ്മളങ്ങനെ കൊടുക്കുന്നുണ്ട്, അതെങ്ങനെ ചെയ്യാം എന്നുള്ളത്. രണ്ടാമത്തതാണ് ഈ സ്ട്രക്ചറൽ തിങ്കിങ്. ഇപ്പോൾ സ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിങ് ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. സ്ട്രക്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ ആക്ച്വലി ബ്രേക്കിംഗ് ഡൗൺ ദ തിങ്സ് ടു ഫണ്ടമെൻ്റൽ ബ്ലോക്സ് അൺടിൽ ഇറ്റ് ഈസ് നോൺ ബ്രേക്കബിൾ. അതിനാണ് സ്ട്രക്ചറിങ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വി ആർ ആക്ച്വലി ഹെൽപ്പിംഗ് ദ ആസ്പിരൻസ് ടു എന്താ പറയുക ആ ഒരു സ്ട്രക്ചറിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ ആക്ച്വലി ഹെൽപ്പ് ദം ടു ഡെവലപ്പ് ദെയർ തോട്ട്സ്, ഒപ്പീനിയൻസ്, ആൻഡ് ഓൾസോ ഹൗ ടു ട്രാൻസ്ലേറ്റ് ദീസ് തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് ആസ് പെർ ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാനത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ഒരു മെയിൻസ് ആൻസർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് മെയിൻസ് ആൻസർ ഉള്ളത്. ഒന്ന് സ്ട്രക്ചേർഡ് ആൻസർ ഉണ്ട്, 2 അഡ്ഹോക്ക് ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ അഡ്ഹോക്ക് ആൻസേഴ്സ് എഴുതുന്ന ഒരു കാൻഡിഡേറ്റിനായിരിക്കും കൂടുതൽ നോളജ് ഉണ്ടാവുക. പക്ഷേ ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഫെച്ച് മാർക്സ്. അപ്പോൾ ഈ മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ സ്ട്രക്ചേർഡ് ആൻസർ എഴുതണം. ബിക്കോസ് ഈ സ്ട്രക്ചേർഡ് ആൻസർ ഈസ് വെരി ഈസി ഫോർ ദി എക്സാമിനർ ടു അബ്സോർബ്. എക്സാമിനർ പേപ്പർ നോക്കുന്ന ഒരാളൊരു ഹ്യൂമൻ ബീങ് ആണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓൾ ദ ഹ്യൂമൻ ഫാക്ടേഴ്സ് വിൽ കം ഇൻ ടു പ്ലേ. അപ്പോൾ നമ്മളെപ്പോഴും പറയാറില്ലേ, മെയിൻസിന് മാർക്ക് കിട്ടണമെങ്കിൽ യു ഹാവ് ടു മേക്ക് ദ ലൈഫ് ഓഫ് എക്സാമിനർ ഹാപ്പി, ഡോണ്ട് മേക്ക് തിങ്സ് കോംപ്ലിക്കേറ്റഡ് ഫോർ ഹിം. അപ്പം എക്സാമിനറെ ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആൻസർ ആണെങ്കിൽ എക്സാമിനർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ദാറ്റ് ഈസ് ആക്ച്വലി ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് സ്ട്രക്ചറിങ്. അപ്പോൾ ഒരു സ്ട്രക്ചറൽ തിങ്കിങ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു എന്താ പറയുക പല സെഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഒരു ആൻസർ, സ്ട്രക്ചേർഡ് ആൻസേഴ്സ് എങ്ങനെ എഴുതാം. അതൊരു പെട്ടെന്നൊരു ദിവസം നമുക്കൊരു സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെ ആക്കാൻ പറ്റില്ല. അതൊരു പ്രോസസ്സാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രക്ചറൽ തിങ്കിങ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് സെറ്റാണ്. ഇറ്റ് ഹാസ് ടു ബി എ സെക്കൻഡ് നേച്ചർ. ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അത് എനിക്കിപ്പോൾ പറയാൻ പറ്റും ഇങ്ങനെയാണ് നിങ്ങൾ സ്ട്രക്ചേർഡ് ആൻസേഴ്സ് എഴുതേണ്ടത്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ തിങ്കിങ് ഇങ്ങനെയാണ്. പക്ഷേ അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഇൻറ്റൻസ് സെഷനാണ് കൊടുക്കുന്നത്, എങ്ങനെ നമുക്കൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്കൊരു സ്ട്രക്ചറൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഡെറിവേഷൻ സ്കിൽ ആൻഡ് സ്ട്രക്ചറൽ തിങ്കിങ് ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ് ഇസ് അതിൽ 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഡെയിലി ആൻസർ റൈറ്റിംഗ്. എല്ലാ ദിവസവും നമ്മൾ കാൻഡിഡേറ്റ്സിനെ കൊണ്ട് 3-4 ആൻസേഴ്സ് എഴുതിപ്പിക്കുകയാണ്. അതൊരു റിയൽ ടൈം എക്സാമിനേഷൻ ടൈം വെച്ചിട്ട് നമ്മൾ എഴുതിപ്പിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഡിസ്കഷൻ കൊടുക്കുന്നുണ്ട്, ആ ആൻസേഴ്സ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, എവറി വീക്ക് ദേ ആർ ഹാവിങ് ലൈക്ക് ദ വീക്ക്ലി ടെസ്റ്റ്, ടോപ്പിക് വൈസ് ടെസ്റ്റ് ഉണ്ട്. അതൊരു 3 hours ടെസ്റ്റാണ്, 250 മാർക്സിൻ്റെ ഒരു 3 hours ടെസ്റ്റാണ്. സോ ഇറ്റ് ഈസ് ബേസിക്കലി നമ്മളൊരു റിയൽ ടൈം എക്സാം എൻവയോൺമെൻറ്റിലാണ് അത് കൊടുക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ടെസ്റ്റ് സീരീസ് വി ആർ ആക്ച്വലി കണ്ടക്ടിങ് ഒരു UPSC ആ ടൈം ടേബിളിൽ തന്നെ ഒരു ഫുൾ ലെങ്ത് ടെസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വി ആർ ആക്ച്വലി ഗിവിങ് ദ ആസ്പിരൻറ്റ് ടു ഡെവലപ്പ് ദ ആൻസർ റൈറ്റിംഗ് സ്കിൽ ആസ് വെൽ ആസ് ദ സ്ട്രക്ചറൽ തിങ്കിങ് സ്കിൽ ഇൻ ദ ആ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഫോർ മെയിൻ സെഷൻ്റെ പാർട്ടായിട്ട് കണ്ടന്റ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നമുക്ക് കണ്ടന്റ് ബുട്ട് ക്യാമ്പുണ്ട്. പിന്നെ ആൻസർ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെയിലി ആൻസർ റൈറ്റിംഗ്, വീക്ക്ലി ടെസ്റ്റ്, ഫുൾ ലെങ്ത് ടെസ്റ്റ്. വളരെ ഇൻറ്റൻസ് ആയിട്ടൊരു പീരീഡ് തന്നെ ആയിരിക്കും ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഇത്ര ഇൻറ്റൻസിറ്റിയിൽ പോകുമ്പോഴേക്കും എന്ത് വന്നു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് എക്കോസിസ്റ്റം വേണ്ടേ, അതിലാണ് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെൻറ്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പം സിവിൽ സർവീസ് ഇൻഡസ്ട്രിയിൽ മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നത് ഐലേണാണ്. അപ്പോൾ ആ ഒരു മെൻറ്റർഷിപ്പിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനെ ചെറിയ ചെറിയ ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്യും. 10-12 മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മൾ 1-on-1 സെഷൻസ് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഗ്രൂപ്പ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് സെഷൻസ് പറഞ്ഞാൽ അവർക്കൊരു ഗ്രൂപ്പ് ടാസ്ക് കൊടുക്കും. അപ്പോൾ ആ ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റാണ് അവിടെ വരുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 1-on-1 സെഷൻ എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ടുള്ള ആൻസേഴ്സ് നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കണം. ഒരു കൺസിസ്റ്റൻറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ ഓരോ ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എവിടേക്കാണ് മാർക്ക് കുറഞ്ഞത്, എന്തുകൊണ്ടാണ്, ഹൗ ഐ ക്യാൻ ഇമ്പ്രൂവ് ഇറ്റ്. അപ്പോൾ അതൊരു 1-on-1 സെഷൻസ്. അപ്പം മെൻറ്റേഴ്സ് വിൽ കണ്ടക്ട് 1-on-1 സെഷൻസ്. അപ്പോൾ ഈ വർഷത്തെ മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഷിനാസ് ഒരു മെൻറ്ററാണ്, ഞാനൊരു മെൻറ്ററാണ്. പിന്നെ ഇത് കൂടാതെ ടോപ്പേഴ്സാണ്. ടോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി കഴിഞ്ഞ വർഷങ്ങളിൽ എക്സാം എഴുതി ക്ലിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2-3 പേരുണ്ട്. അപ്പോൾ അവരാണ് നമ്മുടെ മെൻറ്റേഴ്സ് ആയിട്ടുള്ളത്. ഈ പ്രോഗ്രാം വളരെ ഫീച്ചർ റിച്ച് ആണെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഈ ടെസ്റ്റ് സീരീസും കണ്ടൻറ്റും മെൻറ്റർഷിപ്പും കൂടാതെ വേറെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ആർ ആക്ച്വലി പ്രൊവൈഡിങ്
മെറ്റീരിയൽസ്, അതായത് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കീ കൊടുക്കുന്നത്. ഇപ്പോൾ 2023 GS 1, 2, 3, 4 ക്വസ്റ്റ്യൻ, അതിൻ്റെ അപ്രോച്ച്, അതിൻ്റെ ആൻസേഴ്സ്, അപ്പോൾ അത് കൊടുക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ കൊടുക്കുന്നത് ഇമ്പാക്റ്റ് മാഗസിൻ. അപ്പോൾ ഷിനാസിന് ഓർമ്മയുണ്ടാവും, നമ്മളൊരു 2020 നമ്മളൊരു 1920 സമയത്തൊക്കെ ഐലേണ്ട് ഇമ്പാക്റ്റ് മാഗസിൻ ഭയങ്കര ആസ്പിരൻസിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തൊരു മാഗസിൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം നമ്മൾ ഡൽഹിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രാൻഡോടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ അറിഞ്ഞത് നമ്മുടെ ഇമ്പാക്ട് മാഗസിൻ്റെ ബേസിസിലാണ്. ഫോട്ടോസ്റ്റാറ്റ് സെൻറ്റേഴ്സിൽ അവൈലബിൾ ആയിരുന്നു. പിന്നെ അതുപോലെ ഇവിടെയൊക്കെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരുടെ കയ്യിലും ആ മാഗസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിപ്പോൾ റീലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വർഷം. അപ്പോൾ ഇമ്പാക്റ്റ് മാഗസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫെയർസ് ഓറിയൻറ്റഡ് മാഗസിനാണ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് കറക്റ്റ് മെയിൻസിൻ്റെ ഒരു ആൻസർ ഫോർമാറ്റിലാണ് പല ടോപ്പിക്സും നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇപ്രാവശ്യം റിലീസ് ചെയ്യുന്നുണ്ട്. വേറൊരു മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നത് ഫാക്ട് ഷോട്ട്സ് ആണ്. അപ്പോൾ ഈ ഫാക്ട് ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സും വായിക്കുന്ന ഓൾമോസ്റ്റ് സെയിം ബുക്കായിരിക്കും, സെയിം പേപ്പർ ആയിരിക്കും, സെയിം മെറ്റീരിയൽ ആയിരിക്കും. അപ്പം യു ഹാവ് ടു മേക്ക് യുവർ ആൻസർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എഡ്ജ് ഉണ്ടാവണമെങ്കിൽ യു ഹാവ് ടു കം അപ്പ് വിത്ത് സർട്ടൺ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, സം എക്സാമ്പിൾസ്, സം ഡയഗ്രാംസ്, സം കേസ് സ്റ്റഡീസ്, ഇൻ്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്പോൾ ഇതെല്ലാം പല റിപ്പോർട്ട്സിനൊക്കെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആൻസർ ബാക്കിയുള്ള നിന്ന് ഡിഫറെൻ്റ് ആക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഫാക്ട് ഷോട്ടിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക് വൈസും, ഇപ്പം ഫോർ എക്സാമ്പിൾ സോഷ്യൽ ജസ്റ്റിസ് എടുക്കുകയാണെങ്കിൽ അത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അപ്പോൾ ഇതിലെല്ലാം ഉള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമ്മൾ കൊടുക്കും, ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മൾ കൊടുക്കും, എക്സാമ്പിൾസ് നമ്മൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ GS 1, 2, 3, 4 നമ്മൾ ഫാക്ട് ഷീറ്റ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വിൽ ആക്ച്വലി ഗിവ് ഇറ്റ് ടു ദ കാൻഡിഡേറ്റ്സ്. ബേസിക്കലി ഫാക്ട് ഷോട്ട്സ് നമ്മുടെ ആൻസേഴ്സിൻ്റെ ഒതൻറ്റിസിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്യും. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ദാറ്റ് വിൽ ആക്ച്വലി മേക്ക് യുവർ ആൻസർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ബോഡിയിലൊക്കെ നമുക്ക് കുറച്ച് ഫാക്ട്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ എഴുതുന്ന ഓരോ പോയിന്റ് യു ഹാവ് ടു വാലിഡേറ്റ് വിത്ത് എക്സാമ്പിൾസ്. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് ദ ആൻസറിൻ്റെ ക്ലാരിറ്റി ഭയങ്കരമായിട്ട് കൂടും. So it is very clear that we are going to have a very content rich, very intense ആയിട്ടുള്ള ഒരു മെയിൻസ് ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമാണ്. വാട്ട് എൽസ് ഈസ് ആക്ച്വലി റിക്വയർഡ് ഫോർ someone who is preparing for mains examination? നമ്മൾ ഷിനാസ് പറഞ്ഞ പോലെ we are actually providing everything. We are providing like content, we are providing answer writing sessions, and also we are providing the mentorship program. So I don't think anything else is required for an aspirant to clear the mains examination. So anyone who is very serious about your mains preparation, the best place for you to come is iLearn IAS. നമ്മുടെ ഇത്തവണത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 20-നാണ്. ജൂൺ 20-ന് നിഖിൽ സാറിൻ്റെ ആൻസർ റൈറ്റിംഗ് സെഷൻ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ബൂട്ട് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എല്ലാവരെയും മെയിൻസ് പ്രിപ്പറേഷൻ്റെ പാർട്ടായിട്ട് ബൂട്ട് ക്യാമ്പ് ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ they just have to register, അത്രയേ ഉള്ളൂ. അപ്പം ഇത്തവണത്തെ നമ്മുടെ കണ്ടന്റ് ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്നത് മെയിൻസ് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും നമ്മുടെ കണ്ടന്റ് ബൂട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. So I would like to welcome all of you who are very seriously preparing for your mains examination to experience the test series by iLearn IAS. Thank you.